ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ശ്രേയസ് അയ്യരുടെ കൂടാരത്തിലെ വെടിക്കെട്ട് താരത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നോടിയായി ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ്, ക്രിക്കറ്റ് അനലൈസസ് വീഡിയോസ് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്ന മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ അവൈലബിൾ ആണ്, മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ്. സോ ഗൈസ്, തുടക്കത്തിൽ പറഞ്ഞ പോലെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കൂടാരത്തിലെ ഒരു വജ്രായുധം അല്ലെങ്കിൽ ശ്രേയസ് അയ്യരുടെ കരുത്തരായ പോരാളിയുടെ പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, IPL കിരീടം 2 വട്ടം ഉയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ തങ്ങളുടെ 3ാം ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. നായകൻ ശ്രേയസ് അയ്യരും അതോടൊപ്പം തന്നെ മെൻറ്ററായി KKR 2 കിരീടങ്ങൾ നേടിക്കൊടുത്ത ഗൗതം ഗംഭീർ എന്ന ഇന്ത്യൻ ഇതിഹാസത്തെ ഇത്തവണ KKR നിയമിച്ചിട്ടുണ്ട്. സോ തയ്യാറെടുപ്പുകളെല്ലാം വളരെ സ്ട്രെങ്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, പരിക്ക് മൂലം കഴിഞ്ഞ സീസണിൽ കളിക്കാതിരുന്ന നായകൻ ശ്രേയസ് അയ്യർ ഇത്തവണ KKR നിരയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ KKRൻ്റെ ഒരു വജ്രായുധത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മറ്റാരുമല്ല, റിങ്കു സിംഗ് എന്ന വെടിക്കെട്ട് ഫിനിഷറോടെ. നമുക്കറിയാം, ധോണിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ കണ്ട ഏറ്റവും മികച്ച ക്ലാസിക്കൽ ഫിനിഷർ ഈ ഒരു യുവതാരം തന്നെയാണ് റിങ്കു സിംഗ്. വെടിക്കെട്ട് ലോകോത്തര ബോളർമാരെ പോലും അവസാന ഓവറുകളിൽ പഞ്ഞിക്കിടം കെൽപ്പുള്ള ഈ ഒരു യുവതാരം ശ്രേയസ് അയ്യരുടെ KKRന് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ റിങ്കു സിംഗിൻ്റെ ഒരു പ്ലെയർ അനാലിസിസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം, 2018 IPL സീസണിലാണ് ഏതാണ്ട് 80 ലക്ഷം രൂപയ്ക്കായിരുന്നു അന്ന് റിങ്കു സിംഗിനെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. സോ എന്നിരുന്നാലും അത് ഒരു വലിയ ഒരു തീരുമാനം തന്നെയായിരിക്കും KKR മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇതാ 6ാം സീസണാണ് KKR നിരയിൽ റിങ്കു സിംഗ് എന്നൊരു യുവതാരം കളിക്കാൻ പോകുന്നത്. 2023 ഈ ഒരു കലണ്ടർ ഇയർ ശരിക്കും റിങ്കു സിംഗിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ അദ്ദേഹത്തിന് നേട്ടങ്ങൾ സമ്മാനിച്ച വർഷം തന്നെയായിരുന്നു കഴിഞ്ഞു പോയത്. 12 T20 മത്സരങ്ങൾ ഇന്ത്യൻ ജേഴ്സിയിൽ അദ്ദേഹത്തിന് അരങ്ങേറാൻ സാധിച്ചു. ഇന്ത്യൻ ജേഴ്സിയിൽ 12 T20 മത്സരങ്ങൾ കഴിഞ്ഞ 2023 അദ്ദേഹം കളിച്ചു. 262 റൺസാണ് താരം നേടിയത്. 180.7 വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റ് 180.7-ൽ 262 റൺസാണ് താരം നേടിയത്. ഇനി ഒഡിഐയിലേക്ക് വരുവാണെങ്കിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഏകദിനത്തിൽ കളിച്ചത്. കഴിഞ്ഞ വർഷം 55 റൺസ് നേടിയിരുന്നു. 134 സ്ട്രൈക്ക് റേറ്റ്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് താരത്തിന് T20 നമുക്കറിയുമ്പോൾ അവസാന ഓവറുകളിൽ കിടക്കുമ്പോൾ ലോകോത്തര ബോളർമാരെ പോലും പഞ്ഞിക്കിടാൻ കെൽപ്പുള്ളൊരു യുവതാരം. കഴിഞ്ഞ IPL സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ KKR 200 റൺസ് ചേസ് ചെയ്ത് ജയിച്ച മത്സരത്തിൽ യഷ് ദയാൽ എന്ന ഇന്ത്യൻ യുവ ബോളർക്കെതിരെ അവസാന ഓവറുകളിൽ റിങ്കു സിംഗിൻ്റെ വെടിക്കെട്ട് സിക്സറുകൾ നമ്മൾ കണ്ടതാണ്. സോ അതിനാൽ തന്നെ അതിലുപരി ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിലവിൽ 55 ലക്ഷം രൂപ മുടക്കിയാണ് താരത്തെ KKR നിരയിൽ റിറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. IPL കരിയറിൽ 54 ഫോറുകളും 38 സിക്സുകളും ഇതിനോടകം തന്നെ ഈ ഒരു യുവതാരം 31 മത്സരങ്ങളാണ് IPL അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 725 റൺസാണ് നേടിയിട്ടുള്ളത്. 149.52 അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ഗുഡ് ഫിനിഷറാണ്. ധോണിക്ക് ധോണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസ താരത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഒരു വളരെ മികച്ച ക്ലാസിക്കൽ ക്ലാസിക്കൽ ഫിനിഷർ തന്നെയാണ് റിങ്കു സിംഗ്. അവസാന ഓവറുകളിൽ വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള ഒരു മികച്ച ഫിനിഷർ. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ T20 പരമ്പര ഇന്ത്യ അവസാനം കളിച്ച ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച T20 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഈ ഒരു വെടിക്കെട്ട് ഫിനിഷർ. 2023 IPL സീസണിൽ 14 മത്സരങ്ങൾ കളിച്ചു. 474 റൺസാണ് 149.5 സ്ട്രൈക്ക് റേറ്റിൽ താരം നേടിയത്. 4 അർദ്ധ സെഞ്ചുറികൾ കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 67ആണ്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ തൻ്റെ സീസണിലെ അവസാന മത്സരത്തിൽ നേടിയ 67 റൺസായിരുന്നു റിങ്കു സിംഗിൻ്റെ കഴിഞ്ഞ ഹയസ്റ്റ് സ്കോർ. 31 ഫോറുകളും 29 സിക്സുകളുമാണ് കഴിഞ്ഞ IPL സീസണിൽ താരം നേടിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ഈ ഒരു താരത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ്. 140-ന് മുകളിൽ 150-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള താരമാണ് റിങ്കു സിംഗ്. ഞാൻ പറഞ്ഞ പോലെ 2018 അദ്ദേഹം IPL-ലേക്ക് എത്തുന്നത്. അന്ന് 80 ലക്ഷം രൂപ മുടക്കിയാണ് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. ശരിക്കും IPL താരത്തിലേക്ക് വെക്കുകയാണെങ്കിൽ ശരിക്കും പൊന്നു വിലയ്ക്ക് വിറ്റുപോകാൻ ചാൻസുള്ള താരം തന്നെയാണ് റിങ്കു സിംഗ്. ഇനി റിങ്കു സിംഗിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, KKRൻ്റെ സ്കോറിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ സുനിൽ നരേൻ തുടങ്ങിയ വെടിക്കെട്ട് ബാറ്റ്സ്മാരുടെ കൂട്ടത്തിൽ ശരിക്കും ഒരു യുവതാരത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രകടനവും KKR നിലയിൽ വളരെ നിർണായകമാകും. ഇത്തവണ മിച്ചൽ സ്റ്റാർക്ക് എന്ന സ്റ്റാർ ബോളറെ കൂടി എത്തിച്ചുകൊണ്ട് KKR കൂടുതൽ സ്ട്രെങ്ത് ആർജിക്കുമ്പോൾ
മിഡിൽ ഓർഡറിൽ വെടിക്കെട്ട് പ്രകടനം അല്ലെങ്കിൽ ഒരു തോൽവിയിലേക്ക് നീങ്ങുന്ന കളിയെ പോലും വഴിതിരിച്ചു വിട്ട് ജയത്തിലേക്ക് അടുപ്പിക്കാവുന്ന റിങ്കു സിംഗിൻ്റെ ബാറ്റിംഗ് മികവ് തന്നെയായിരിക്കും ശ്രേയസ് അയ്യരുടെ സംഘത്തിൻ്റെ ആ ഒരു സീസണിലെ അടുത്ത വരാനിരിക്കുന്ന IPL സീസണിൽ അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം റൊമാരിയോ ഷെഫേർഡ്, ആന്ദ്രെ റസൽ, സുനിൽ നരൈൻ തുടങ്ങിയ ലോകോത്തര ക്ലാസിക്കൽ ഓൾറൗണ്ടേഴ്സും അതോടൊപ്പം തന്നെ റഹ്മാനുള്ള ഗുർബാസ്, നിതീഷ് റാണ, ശ്രേയസ് അയ്യർ തുടങ്ങിയ വെടിക്കെട്ട് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും നിറഞ്ഞ KKR നിരയിൽ റിങ്കു സിംഗിൻ്റെ ബാറ്റിൻ്റെ പവർ തന്നെയായിരിക്കും മിഡിൽ ഓർഡറുകളിൽ അവരുടെ ടീമിൻ്റെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം. സോ അതിനാൽ തന്നെ ഈ ഒരു താരത്തിന് ശരിക്കും പൊന്നും വിലയുള്ള താരം തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ 2023 ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ T20യിലേക്ക് ഇറങ്ങിയേറിയ ഒരു യുവതാരം ശരിക്കും ഒരു ഗോൾഡൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു എമേർജിംഗ് പ്ലെയറിൻ്റെ അവാർഡ് അറിയിക്കുന്ന പ്ലെയർ തന്നെയാണ് റിങ്കു സിംഗ്. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് കണ്ടൻറ്റ്സ് എത്രയും വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.